ചൈനയെ വിശ്വസിക്കാൻ കൊള്ളില്ല എന്ന് പറയുന്നത് എത്ര സത്യമാണ്? ഇത്തവണ പണി കിട്ടിയത് പാവം കെനിയയ്ക്കാണ്. കുറേ നാളുകളായി കെനിയയ്ക്ക് പ്രതീക്ഷകളും സ്വപ്നങ്ങളും നൽകി ഒടുവിൽ ഉപേക്ഷിച്ചു പോവുകയാണ് ചൈന. ഇതിനു വേണ്ടിയായിരുന്നുവെങ്കിൽ എന്തിനാണ് ഇത്തരമൊരു പ്രവൃത്തി എന്ന് ചോദിക്കേണ്ടി വരും. കെനിയയാണെങ്കിൽ പൂർത്തിയാക്കാനുള്ള പദ്ധതികളുടെ ലിസ്റ്റുമായി UAEയോട് സഹായം അഭ്യർത്ഥിച്ചിരിക്കുന്നു. UAE കെനിയയുടെ സങ്കടം കേൾക്കുമോ? എന്തുകൊണ്ടായിരിക്കും ചൈന കെനിയയെ പെട്ടെന്ന് കൈവിട്ടത്? നമുക്ക് വിശദമായിട്ട് തന്നെ നോക്കാം. രാജ്യത്തെ റെയിൽവേ പദ്ധതിയുടെ പൂർത്തീകരണത്തിനായി UAEയുടെ സഹായം തേടിയിരിക്കുകയാണ് ഇപ്പോൾ കെനിയ. ധനസഹായം സംബന്ധിച്ച് UAEയുമായി ചർച്ചകൾ ആരംഭിച്ചതായി കെനിയൻ പ്രസിഡന്റ് വില്യം റൂട്ടോ തന്നെയാണ് വ്യക്തമാക്കിയത്. നേരത്തെ ചൈനയുടെ സഹായത്തോടെയായിരുന്നു കെനിയ റെയിൽവേ പദ്ധതിയുടെ നിർമ്മാണം നടത്തിയിരുന്നത്. എന്നാൽ സമീപ വർഷങ്ങളിൽ ചൈന കെനിയയ്ക്കുള്ള സഹായം വെട്ടിക്കുറച്ചതോടെയാണ് മറ്റൊരു രാജ്യത്തെ സമീപിച്ച് പ്രശ്നം പരിഹരിക്കണമെന്ന സമ്മർദ്ദം കെനിയയ്ക്ക് മേൽ വന്നത്. വലിയ രാജ്യങ്ങളുടെ പട്ടികയിൽ കണ്ണിൽ തെളിഞ്ഞതാകട്ടെ UAEയും. ചൈനയുടെ ബെൽറ്റ് ആൻഡ് റോഡ് ഇനിഷ്യേറ്റീവിന്റെ ഭാഗമായി കെനിയൻ തുറമുഖമായ മൊംബാസയെ അയൽ രാജ്യങ്ങളുമായി ബന്ധിപ്പിക്കുന്ന രീതിയിലായിരുന്നു റെയിൽവേ പദ്ധതി ആരംഭിച്ചത്. ചൈന പിന്തുണ പിൻവലിച്ചതോടെ 2019 ഉഗാണ്ടയുമായുള്ള അതിർത്തിയിൽ നിന്ന് 468 കിലോമീറ്റർ അകലെയുള്ള ഡ്രിഫ്റ്റ് വാലിയിൽ പദ്ധതി നിലച്ചു. കഴിഞ്ഞ ഏതാനും മാസങ്ങളായി പദ്ധതി ഏതു വിധേനയും പുനരുജ്ജീവിപ്പിക്കാനുള്ള ശ്രമത്തിലായിരുന്നു കെനിയ. ഈ സാഹചര്യത്തിലാണ് സഹായം തേടിക്കൊണ്ട് കെനിയൻ ഭരണാധികാരി അബുദാബിയിൽ എത്തിച്ചേർന്നത്. കെനിയ, ഉഗാണ്ട, ദക്ഷിണ സുഡാൻ എന്നീ രാജ്യങ്ങളുമായി ബന്ധിപ്പിക്കുന്ന സ്റ്റാൻഡേർഡ് ഗേജ് റെയിൽവേ നിർമ്മിക്കുന്നതിനായി UAEയുമായി ഒരു പങ്കാളിത്ത കരാർ ഞങ്ങൾ തേടിക്കൊണ്ടിരിക്കുകയാണ്. അബുദാബിയിൽ UAE ഉദ്യോഗസ്ഥരുമായി കൂടിക്കാഴ്ച നടത്തിയ ശേഷം റൂട്ടോ സമൂഹമാധ്യമമായ എക്സിൽ കുറിച്ചത് ഇങ്ങനെയാണ്: റെയിൽവേയുടെ വിപുലീകരണവുമായി ബന്ധപ്പെട്ട പ്രാദേശിക ഏകീകരണം പ്രോത്സാഹിപ്പിക്കൽ, വ്യാപാരം പ്രോത്സാഹിപ്പിക്കുന്നതിനുള്ള ശേഷി എന്നിവ സംബന്ധിച്ച് ഇരുപക്ഷവും പഠനം നടത്തുമെന്നും അദ്ദേഹം പറഞ്ഞു. ഇക്കാര്യങ്ങൾ സംബന്ധിച്ച് അന്താരാഷ്ട്ര വാർത്താ ഏജൻസിയായ റോയിട്ടേഴ്സ് വിവരങ്ങൾ ആരാഞ്ഞുവെങ്കിലും കൂടുതൽ പ്രതികരണത്തിന് റൂട്ടോയുടെ ഓഫീസ് തയ്യാറായില്ലെന്നും റിപ്പോർട്ടുകൾ പറയുന്നുണ്ട്. 2022 സെപ്റ്റംബറിൽ അധികാരത്തിലെത്തിയ റൂട്ടോ UAEയുമായി അടുത്ത ബന്ധം പുലർത്തുന്ന ഭരണാധികാരി തന്നെയാണ്. റെയിൽവേ പദ്ധതിക്ക് പുറമെ ഗൾഫ് രാഷ്ട്രത്തിൽ നിന്നും മറ്റും സഹായങ്ങളും കെനിയ പ്രതീക്ഷിക്കുന്നുണ്ട്. കിഴക്കൻ ആഫ്രിക്കൻ രാജ്യമായ കെനിയയും UAEയും ചൊവ്വാഴ്ച ഒരു സമഗ്ര സാമ്പത്തിക പങ്കാളിത്ത കരാറിൽ ഒപ്പുവെക്കുകയും ചെയ്തു. തടസ്സങ്ങൾ നീക്കം ചെയ്തും കസ്റ്റംസ് പ്രക്രിയകൾ ലളിതമാക്കിയും നിക്ഷേപങ്ങൾ പ്രോത്സാഹിപ്പിച്ചും ഇരു രാജ്യങ്ങൾക്കുമിടയിലെ വ്യാപാര അളവ് വർദ്ധിപ്പിക്കുകയെന്ന ലക്ഷ്യത്തോടെയാണ് സമഗ്ര സാമ്പത്തിക പങ്കാളിത്ത കരാർ നടപ്പിലാക്കിയിരിക്കുന്നത്. കിഴക്കൻ ആഫ്രിക്കയിലേക്കും ഒരു കവാടമായിരിക്കും കെനിയയെന്ന് UAE വാണിജ്യ മന്ത്രി താനി അൽ സെയൂദിയും അഭിപ്രായപ്പെട്ടിട്ടുണ്ട്. കെനിയയും UAEയും തമ്മിലുള്ള വ്യാപാരം കഴിഞ്ഞ ദശകത്തിൽ ഇരട്ടിയിലധികം വർദ്ധിച്ചതായും കണക്കുകൾ രേഖപ്പെടുത്തുന്നു. കെനിയൻ ഉൽപ്പന്നങ്ങളുടെ 6ാമത്തെ വലിയ കയറ്റുമതി വിപണിയാണ് ഇന്ന് UAE. ഇറക്കുമതിയിൽ 2ാമത്തെ വലിയ സ്രോതസ്സും. 2023 വ്യാപാരത്തിലെ UAE കെനിയ വ്യാപാര മൂല്യം 445 ബില്യൺ ഷില്ലിംഗ് ആയിരുന്നു. UAE കാർഷിക ഉൽപ്പന്നങ്ങൾ ഇറക്കുമതി ചെയ്യുമ്പോൾ കെനിയയിലേക്ക് പെട്രോളിയം ഉൽപ്പന്നങ്ങളും യന്ത്രങ്ങളും രാസവസ്തുക്കളും UAE കയറ്റുമതി ചെയ്യുന്നുണ്ടായിരുന്നു. UAEയുടെ അബുദാബി നാഷണൽ ഓയിൽ കമ്പനിയും എമിറേറ്റ്സ് നാഷണൽ ഓയിൽ കമ്പനിയും 2023 കെനിയയ്ക്ക് ഓപ്പൺ ടെൻഡർ സമ്പ്രദായത്തിൽ നിന്ന് മാറി വായ്പാ വ്യവസായത്തിൽ കൂടുതൽ എണ്ണ നൽകുന്നതായി തീരുമാനിക്കുകയും ചെയ്തിട്ടുണ്ട്. അതായത് ഇരു രാജ്യങ്ങളും തമ്മിൽ നല്ല ബന്ധമാണ് ഇപ്പോൾ പുലർത്തിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ കെനിയയ്ക്ക് ഏറെ പ്രതീക്ഷാജനകമാണ് ഈ കൂടിക്കാഴ്ച. വർഷങ്ങളായി ആഫ്രിക്കൻ മണ്ണിൽ കാര്യമായ നിക്ഷേപം നടത്തിവരുന്ന ചൈന എന്തുകൊണ്ടായിരിക്കണം പെട്ടെന്ന് അത് ഉപേക്ഷിക്കാൻ കാരണമായത് എന്നുകൂടി ഇതിനോടൊപ്പം ചേർത്ത് മനസ്സിലാക്കേണ്ടതുണ്ട്. സമീപ വർഷങ്ങളിലെ കണക്കുകൾ നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ വ്യാപാരം, അടിസ്ഥാന സൗകര്യ വികസനം, വായ്പകൾ എന്നിവയിലൂടെ കെനിയ ഉൾപ്പെടെ ആഫ്രിക്കയിലെ ഏറ്റവും പ്രധാനപ്പെട്ട വിദേശ നിക്ഷേപകരിൽ ഒരാളാണ് ഈ ചൈന. റോഡുകൾ, റെയിൽവേ, മറ്റ് വൻകിട ഇൻഫ്രാസ്ട്രക്ചർ സംരംഭങ്ങൾ തുടങ്ങിയ പദ്ധതികൾക്ക് ചൈന കെനിയയിൽ കാര്യമായ സാമ്പത്തിക സഹായം നൽകിയിട്ടുണ്ടെങ്കിലും ചില വികസനങ്ങൾക്കായി കെനിയയ്ക്ക് സാമ്പത്തിക സഹായം നൽകാൻ ചൈന വിമുഖത കാണിക്കുകയും ചെയ്യാതിരിക്കുകയോ ചെയ്ത സന്ദർഭങ്ങൾ എന്തുകൊണ്ടാണെന്ന് മനസ്സിലാക്കേണ്ടത് ഇവിടെ അത്യാവശ്യ ഘടകം തന്നെയാണ്. അടുത്ത കാലത്ത് കെനിയയ്ക്ക് കൂടുതൽ സാമ്പത്തിക സഹായം നൽകുന്നതിൽ ചൈന ജാഗ്രത പുലർത്തിയിരിക്കാനുള്ള പ്രധാന കാരണങ്ങളിലൊന്ന് കെനിയയുടെ കടത്തിന്റെ സുസ്ഥിരതയെക്കുറിച്ചുള്ള വർദ്ധിച്ചു വരുന്ന ആശങ്ക തന്നെയാണ്. പല ആഫ്രിക്കൻ രാഷ്ട്രങ്ങളെയും പോലെ കെനിയയും വലിയ തോതിലുള്ള ഇൻഫ്രാസ്ട്രക്ചർ പ്രോജക്റ്റുകൾക്ക് ധനസഹായം നൽകുന്നതിനായി വിദേശ രാജ്യങ്ങളിൽ നിന്ന്, പ്രത്യേകിച്ച് ചൈനയിൽ നിന്ന് കടമെടുക്കുന്നത് വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. എന്നിരുന്നാലും ഉയർന്ന തലത്തിലുള്ള കടവും അത് തിരിച്ചടയ്ക്കാനുള്ള രാജ്യത്തിന്റെ കഴിവിനെക്കുറിച്ചുള്ള ആശങ്കകളും ചൈനയെ മാറി ചിന്തിപ്പിക്കാൻ പ്രേരിപ്പിച്ച ഘടകങ്ങൾ തന്നെയാണ്. ചൈനയുടെ കാര്യത്തിലേക്ക് വരുമ്പോൾ പല വികസ്വര രാജ്യങ്ങൾക്കും സാമ്പത്തിക സഹായം നൽകുന്ന രാജ്യങ്ങളിൽ ഒന്നാണ് ഈ ചൈന. എന്നാൽ നൽകിയ കടങ്ങൾ തിരിച്ചടയ്ക്കാനുള്ള രാജ്യത്തിന്റെ ശേഷിയും ഇവിടെ വിലയിരുത്തപ്പെടേണ്ടത് തന്നെയാണ്.
കെനിയയുടെ അല്ലെങ്കിൽ ഏതെങ്കിലും കടം വാങ്ങുന്ന രാജ്യത്തിന്റെ കടത്തിന്റെ അളവ് താങ്ങാനാകാത്ത അവസ്ഥയിലാണെങ്കിൽ ചൈന ഒരു സ്ഥിരസ്ഥിതി അല്ലെങ്കിൽ കാലതാമസം നേരിട്ട് തിരിച്ചടവ് നേരിടേണ്ടി വരും. ഇത് ചൈനയ്ക്ക് സാമ്പത്തിക നഷ്ടം തന്നെയാണല്ലോ. അതായത് നമ്മൾ പണം കൊടുത്തു, പക്ഷെ അത് കിട്ടാനുള്ള കാലാവധി വർദ്ധിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ നീണ്ടു പോവുകയാണെങ്കിൽ അത് കടം കൊടുക്കുന്ന ആളെ സംബന്ധിച്ച് നഷ്ടമാണ്. ഇത് തന്നെയാണ് ഇവിടെ ചൈനയ്ക്കും സംഭവിക്കുക. അല്ലെങ്കിൽ മേഖലയിലെ നിക്ഷേപത്തിന്റെ മൊത്തത്തിലുള്ള ഫലപ്രാപ്തിയും കുറയ്ക്കുന്നുണ്ട്. ഇത് കണക്കിലെടുക്കുമ്പോൾ കെനിയയുടെ കടം കൈകാര്യം ചെയ്യുന്നതിനോ പുനഃസംഘടിപ്പിക്കുന്നതിനോ വ്യക്തമായ ഒരു പാത ഉണ്ടാകുന്നതുവരെ, തിരിച്ചടവ് സംവിധാനങ്ങൾ നിലവിലുണ്ടെന്ന് ഉറപ്പാക്കുന്നതുവരെ ചൈന അതിന്റെ സാമ്പത്തിക പിന്തുണ കുറയ്ക്കാൻ തീരുമാനിച്ചേക്കാം. ചൈനയുടെ ആഭ്യന്തര സാമ്പത്തിക നയങ്ങളും അന്താരാഷ്ട്ര സാമ്പത്തിക മുൻഗണനകളും കെനിയ പോലുള്ള രാജ്യങ്ങൾക്ക് പിന്തുണ നൽകാനുള്ള സന്നദ്ധതയെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ തന്നെയാണ്. വളർച്ച മന്ദഗതിയിലാകുക, പ്രായമാകുന്ന ജനസംഖ്യ, ആഗോള മത്സരം എന്നിവ ഉൾപ്പെടെയുള്ള വെല്ലുവിളികൾ ചൈനയുടെ സമ്പദ് വ്യവസ്ഥ അഭിമുഖീകരിക്കുന്ന ഘട്ടത്തിൽ തന്നെ സാമ്പത്തിക സ്രോതസ്സുകൾ വിദേശത്തേക്ക് വ്യാപിക്കുന്നതിന് പകരം ആഭ്യന്തര മുൻഗണനകളിലേക്ക് തിരിച്ചുവരാൻ ചൈന തീരുമാനിച്ചിരിക്കണം. അതായത് ചൈനയുടെ ഉള്ളിൽ തന്നെ ചില പ്രശ്നങ്ങൾ നിലനിൽക്കുന്നുണ്ട്. അതെല്ലാം പരിഹരിക്കേണ്ട ഉത്തരവാദിത്തം ചൈനയ്ക്ക് മേൽ വരികയാണ്. അതുകൊണ്ട് തന്നെ ഇത്തരം രാജ്യങ്ങളിലുള്ള നിക്ഷേപം ഗണ്യമായിട്ട് ചൈന കുറച്ചിട്ടുണ്ട്. മാത്രവുമല്ല, ചൈന ആഗോളതലത്തിൽ കൂടുതൽ തെരഞ്ഞെടുത്ത നിക്ഷേപ തന്ത്രങ്ങളിൽ ഏർപ്പെടുന്നുമുണ്ട്. പ്രത്യേകിച്ച് ബെൽറ്റ് ആൻഡ് റോഡ് ഇനിഷ്യേറ്റീവ് ഒക്കെ അതിന് ഉദാഹരണമാണ്. കൂടുതൽ അനുകൂലമായ സാമ്പത്തിക കാഴ്ചപ്പാടുകളും സുസ്ഥിരമായ ഭരണഘടനയുമുള്ള രാജ്യങ്ങൾക്ക് മുൻഗണന നൽകിയാണ് ഇപ്പോൾ ഇതൊക്കെ നടപ്പിലാക്കുന്നത്. പണപ്പെരുപ്പം, രാഷ്ട്രീയ അസ്ഥിരത, ഉയർന്ന പൊതുകടം തുടങ്ങിയ വെല്ലുവിളികൾ ഉൾപ്പെടെ കെനിയയുടെ സാമ്പത്തിക സ്ഥിതി സമീപ വർഷങ്ങളിൽ ഏറ്റക്കുറച്ചിലുകൾ നേരിടുന്നതിനാൽ വരുമാനത്തിൽ കൂടുതൽ ഉറപ്പുകളില്ലാത്ത വലിയ തോതിലുള്ള നിക്ഷേപം നടത്താൻ ചൈന മടിച്ചിട്ടുണ്ടാകും. വികസിച്ചുകൊണ്ടിരിക്കുന്ന ആഗോള സാമ്പത്തിക ലാൻഡ്സ്കേപ്പ് അർത്ഥമാക്കുന്നത് ചൈന വിദേശത്തുള്ള സാമ്പത്തിക ഇടപാടുകളിൽ കൂടുതൽ ജാഗ്രത പാലിക്കണം എന്ന് തന്നെയാണ്. അഴിമതി പ്രശ്നങ്ങൾ, ഭരണ വെല്ലുവിളികൾ, രാഷ്ട്രീയ അസ്ഥിരത എന്നിവയുൾപ്പെടെ കെനിയയുടെ ആഭ്യന്തര രാഷ്ട്രീയ അന്തരീക്ഷവും സാമ്പത്തിക സഹായം നൽകുന്നതിൽ ചൈനയുടെ വിമുഖതയ്ക്ക് കാരണമായേക്കാം. പൊതുഫണ്ടുകളുടെ ദുരുപയോഗം ഉൾപ്പെടുന്ന ഒന്നിലധികം അഴിമതികൾ കെനിയൻ ഗവൺമെന്റ് അഭിമുഖീകരിക്കുന്നുണ്ട് ഇപ്പോൾ. ഈ ആശങ്കകൾ ചൈനീസ് വായ്പകളുടെയോ നിക്ഷേപങ്ങളുടെയോ സുരക്ഷിതവും ഫലപ്രദവുമായ ഉപയോഗത്തെക്കുറിച്ച് ചൈനയുടെ തീരുമാനത്തിൽ സംശയമുയർത്തിയേക്കാം. കൂടാതെ അധികാര തർക്കങ്ങളും പ്രതിപക്ഷ പാർട്ടികളും സർക്കാർ തീരുമാനങ്ങളെ വെല്ലുവിളിക്കുന്ന കെനിയയുടെ സങ്കീർണമായ രാഷ്ട്രീയ അന്തരീക്ഷം പദ്ധതി അസ്ഥിരതയ്ക്കുള്ള സാധ്യതയെക്കുറിച്ച് ചൈനീസ് നിക്ഷേപകരെ ജാഗരൂകരാക്കിയിട്ടുണ്ട് എന്ന വസ്തുതയും അവിടെ നിലനിൽക്കുന്നുണ്ട്. തങ്ങളുടെ നിക്ഷേപങ്ങൾ സുരക്ഷിതമാണെന്നും പദ്ധതികൾ തടസ്സങ്ങളില്ലാതെ മുന്നോട്ട് പോകുന്നുണ്ടെന്നും ഉറപ്പാക്കാൻ ചൈനയ്ക്ക് താല്പര്യമുണ്ട്. അതുതന്നെയാണല്ലോ ചൈന ചെയ്യേണ്ടതും. അതിനാലാണ് രാഷ്ട്രീയ അപകട സാധ്യത കൂടുതലുള്ള ഒരു അന്തരീക്ഷത്തിൽ ധനസഹായം നൽകുന്നതിൽ ജാഗ്രത പുലർത്താൻ ചൈന തീരുമാനിച്ചത്. ഇതുതന്നെയാണ് കെനിയയുടെ കേസിലും സംഭവിച്ചത്. ആഫ്രിക്കയിലെ ചൈനയുടെ വളർച്ച കണ്ട് മറ്റ് രാജ്യങ്ങളും ഈ ഭാഗങ്ങളിൽ ആകൃഷ്ടരായിട്ടുണ്ട് എന്ന് പറയാതെ വയ്യ. യുണൈറ്റഡ് സ്റ്റേറ്റ്സ്, യൂറോപ്യൻ യൂണിയൻ എന്നീ രാജ്യങ്ങളൊക്കെ ഇവിടേക്ക് എത്തുകയാണ്. മാത്രവുമല്ല, മിഡിൽ ഈസ്റ്റിലും ഇന്ത്യയിലും ഒക്കെ ഇത്തരം നിക്ഷേപങ്ങൾ നടത്തുന്നുണ്ട്. ഈ രാജ്യങ്ങളും ഇവിടേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നുണ്ട്. ആഫ്രിക്കയിൽ കൂടുതൽ സ്വാധീനത്തിനായി കൂടുതൽ രാജ്യങ്ങൾ മത്സരിക്കുന്നത് കൊണ്ട് തന്നെ ഫണ്ട് അനുവദിക്കാൻ തീരുമാനിക്കുമ്പോൾ തന്നെ ചൈനയ്ക്ക് വിശാലമായ ഭൗമരാഷ്ട്രീയ പശ്ചാത്തലം കൂടി പരിഗണിക്കേണ്ടതുണ്ട്. ഈ മത്സരം ചൈന ഒരു രാജ്യത്തെ പിന്തുണയ്ക്കുന്നതിന്റെ സാധ്യതകൾ വിലയിരുത്തുന്ന ഒരു സാഹചര്യത്തിലേക്ക് നയിച്ചേക്കാനുള്ള സാധ്യതയുണ്ട്. മറ്റ് ആഫ്രിക്കൻ രാജ്യങ്ങളുമായി താരതമ്യം ചെയ്യുമ്പോൾ കെനിയയുടെ രാഷ്ട്രീയ സാമ്പത്തിക സാഹചര്യങ്ങൾ അനിശ്ചിതത്തിലോ അല്ലെങ്കിൽ അനുകൂലമോ ആണെന്ന് തോന്നുകയാണെങ്കിൽ ചൈന അതിന്റെ സാമ്പത്തിക സ്രോതസ്സുകൾ കൂടുതൽ സ്ഥിരതയുള്ള അല്ലെങ്കിൽ തിരിച്ചടവിന് മികച്ച സാധ്യതയുള്ള രാജ്യങ്ങളിലേക്ക് തിരിച്ചുവിടും. അത് ചൈനയുടെ ലാഭം നോക്കി തന്നെയാണ് ചൈന ചെയ്യുക. ചൈനയും കെനിയയും തമ്മിലുള്ള ഭൗമരാഷ്ട്ര ബന്ധം വികസിച്ചുകൊണ്ടിരിക്കുകയാണ്. അടിസ്ഥാന സൗകര്യ വികസനത്തിൽ ചൈന ചരിത്രപരമായ ഒരു പ്രധാന പങ്കാളിയാണെങ്കിൽ പോലും കെനിയയുടെ സർക്കാരും അതിന്റെ സാമ്പത്തിക സഹായ സ്രോതസ്സുകൾ വൈവിധ്യവൽക്കരിക്കാൻ താല്പര്യം പ്രകടിപ്പിച്ച് രംഗത്തെത്തുകയും ചെയ്തിട്ടുണ്ട്. ഈ വൈവിധ്യവൽക്കരണത്തിൽ പാശ്ചാത്യ രാജ്യങ്ങളുമായും അതുപോലെ ലോകബാങ്ക്, ഇന്റർനാഷണൽ മോണിറ്ററി ഫണ്ട് പോലുള്ള അന്താരാഷ്ട്ര ധനകാര്യ സ്ഥാപനങ്ങളുമായുമുള്ള ബന്ധം ശക്തിപ്പെടുത്തുന്നതിനുള്ള ശ്രമങ്ങളും കെനിയ നടത്തുന്നുണ്ട്. കെനിയ അതിന്റെ ബന്ധങ്ങൾ സന്തുലിതമാക്കാനും അതുപോലെ തന്നെ ഒരൊറ്റ വിദേശ ശക്തിയെ മാത്രം ആശ്രയിക്കാതെ മറ്റു ശക്തികളുമായി ബന്ധമുണ്ടാക്കിക്കൊണ്ട് രാജ്യത്തെ വളർത്തുക എന്നതുമാണ് ഇപ്പോഴത്തെ കെനിയയുടെ ഒരു തീരുമാനം. ഇങ്ങനെയാകുമ്പോൾ പ്രതിസന്ധി കുറയുമല്ലോ. കെനിയ ഇപ്പോൾ അഭിമുഖീകരിക്കുന്ന രാഷ്ട്രീയ സാഹചര്യങ്ങളോ സാമ്പത്തിക പ്രശ്നങ്ങളോ മാറ്റി നിർത്തി കൂടുതൽ വൈവിധ്യവൽക്കരിക്കുന്നതിലൂടെ മാത്രമേ ചൈനയെ വീണ്ടും പണമിറക്കാൻ കെനിയയ്ക്ക് ക്ഷണിക്കാനാകൂ. എന്തായാലും ഈ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായം അറിയാൻ താല്പര്യമുണ്ട്. എന്തായാലും കമന്റിൽ കുറിക്കുക. ഒപ്പം ഈ അറിവുകൾ എല്ലാവരിലേക്കും എത്താൻ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും പ്രത്യേകം ശ്രദ്ധിക്കുമല്ലോ.